തിരഞ്ഞെടുപ്പിലെ പടുകുറ്റം തോൽവി ഇടതുപക്ഷം ചോദിച്ചു വാങ്ങിയതാണ്. ഇടതുപക്ഷ പ്രവർത്തകർ, പ്രത്യേകിച്ച് CPM പ്രവർത്തകരും അനുഭാവികളും ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇടതുപക്ഷത്തിനെതിരെ വോട്ട് ചെയ്തിരിക്കുന്നത്. അതല്ലായിരുന്നുവെങ്കിൽ ഇതുപോലൊരു പടുതോൽവി അവർക്ക് നേരിടേണ്ടി വരില്ലായിരുന്നു. കാരണം ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും ജയിക്കാൻ പറ്റുമായിരുന്ന 55 മുതൽ 60 മണ്ഡലങ്ങൾ കേരളത്തിൽ ഇടതുപക്ഷത്തിന് ഒപ്പമുണ്ടായിരുന്നു. എന്നിട്ടും തോറ്റെങ്കിൽ അത് പാർട്ടിയെയും സർക്കാരിനെയും പാർട്ടി വോട്ടർമാർ തന്നെ തിരുത്തിയതുകൊണ്ടാണ്. അതിനവരെ പ്രേരിപ്പിച്ചിരിക്കുന്നതിൽ പല ഘടകങ്ങളുമുണ്ട്. മുഖ്യമന്ത്രിക്ക് മാത്രമല്ല, പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും ഈ തോൽവിയിൽ വലിയ പങ്കുണ്ട്. അതെന്തായാലും പറയാതിരിക്കാൻ കഴിയുകയില്ല. കാരണം ഈ തിരിച്ചടി മുഖ്യമന്ത്രി പിണറായിയുടെ നിലപാടിനോടുള്ള ജനവികാരം കൂടിയാണ്. ധിക്കാരപരമായ പെരുമാറ്റം, ധാർഷ്ട്യം എന്നിവ പൊതുസമൂഹത്തിൽ പ്രകടിപ്പിച്ച ഒരു മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം ചോദിക്കാൻ ശ്രമിച്ച ആളോട് അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഇങ്ങനെയൊരു മുഖ്യമന്ത്രി ഒരിക്കലും ഒരു പ്രധാനപ്പെട്ട സ്ഥാനം, അതൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി പദത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തി ഒരിക്കലും ഒരു പൊതുജനത്തിന്റെ മുന്നിൽ ഒരാളോട് ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല. ഇതൊക്കെ ദൃശ്യമാധ്യമങ്ങളുടെയും സോഷ്യൽ മീഡിയകളുടെയും പുതിയ കാലത്ത് ജനങ്ങളെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ ഇനിയും മുഖ്യമന്ത്രിയാക്കണമോ എന്ന് ജനങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവരെ എന്തായാലും കുറ്റം പറയാൻ പറ്റില്ല. വെള്ളാപ്പള്ളിയും ഇടതുപക്ഷത്തിന്റെ ഈ തോൽവിയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. വിദ്വേഷ പ്രസംഗം നടത്തുന്ന വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി കാറിൽ കയറ്റി കൊണ്ടുപോയപ്പോൾ ന്യൂനപക്ഷ വോട്ടുകളാണ് ഇടതുപക്ഷത്തു നിന്നും ഒലിച്ചുപോയത്. വെള്ളാപ്പള്ളിയെയും G സുകുമാരൻ നായരെയും ഒപ്പം കൂട്ടിയാൽ ഈഴവ നായർ വോട്ടുകൾ ലഭിക്കുമെന്ന കണക്കുകൂട്ടലും തെറ്റിയിട്ടുണ്ട്. ഈ സമുദായ സംഘടനാ നേതാക്കൾക്ക് ഒന്നും തന്നെ അവരുടെ സ്വന്തം സമുദായത്തിൽ പോലും സ്വാധീനമില്ല എന്നത് CPM-ഉം മുഖ്യമന്ത്രിയും തിരിച്ചറിയണമായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാര്യത്തിലും വലിയ തിരിച്ചടിയാണ് ഉണ്ടായത്. മന്ത്രിമാരെ തിരഞ്ഞെടുത്തതിൽ മാത്രമല്ല, സ്വന്തം പൊളിറ്റിക്കൽ സെക്രട്ടറിയെ തിരഞ്ഞെടുത്തതിൽ പോലും ഒരു വലിയ വീഴ്ച പിണറായി വിജയനുണ്ടായി. സ്ത്രീ വിഷയത്തിൽപ്പെട്ട് മുൻ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയ P ശശിയെ തന്നെ തെരഞ്ഞെടുപ്പിച്ച് പൊളിറ്റിക്കൽ സെക്രട്ടറി ആക്കിയത് വലിയൊരു പരാജയം മാത്രമല്ല, വ്യാപകമായി ദുരുപയോഗം ചെയ്യപ്പെടുകയും ചെയ്തു. സ്വന്തം അഭിഭാഷക ഓഫീസ് നിലനിർത്തിക്കൊണ്ടാണ് P ശശി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തിയത്. CPM നേതാക്കൾ ജനങ്ങളോട് പറഞ്ഞ രാഷ്ട്രീയം അത് വിലപോവാതിരുന്നത് സർക്കാർ വിരുദ്ധ വികാരം വലിയ രൂപത്തിൽ ആളിക്കത്തിയത് കൊണ്ടാണ്. ജനങ്ങൾ നല്ലൊരു ഭാഗം വില്ലനായി കാണുന്ന പിണറായി വിജയന്റെ ഫ്ലക്സുകൾ സംസ്ഥാനത്ത് വ്യാപകമായി സ്ഥാപിച്ചതും പിണറായിയെ മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിട്ടതും CPM അനുഭാവികൾക്ക് പോലും രസിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. CPM വിട്ട പയ്യന്നൂരിലെ V കുഞ്ഞികൃഷ്ണനും തളിപ്പറമ്പിലെ TK ഗോവിന്ദനും അമ്പലപ്പുഴയിലെ G സുധാകരനും ഉയർത്തിയ വാദങ്ങൾ ആ മണ്ഡലത്തിലെ CPM വോട്ടർമാരെ മാത്രമല്ല, സംസ്ഥാനത്തെ ഇടതുപക്ഷ വോട്ട് ബാങ്കിനെ തന്നെ അപ്പാടെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞുവെന്നതിൽ യാതൊരു സംശയവുമില്ല.